ഹായ് ഹലോ വെൽക്കം ബാക്ക്. വീട്ടിൽ തേങ്ങ ഇടുന്ന കൂട്ടത്തിൽ 2 ഇളനീരും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ചൂടൊക്കെ അല്ല, അപ്പോൾ തണുപ്പോടെ എന്തെങ്കിലും കഴിക്കാനൊരു അപ്പോൾ പിന്നെ നേരെ പോയി ഇളനീര് വെക്കും. കുറച്ച് ഇളനീരും വെള്ളം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തതായിട്ട് 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് തേങ്ങ വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വെച്ചു. വേറൊരു പാത്രത്തിലേക്ക് പാലൊഴിച്ചിട്ടുണ്ട്. ആ സമയം തന്നെ നമ്മൾ ചൈന ഗ്രാസും കൂടെ ഒന്ന് മെൽറ്റാക്കി എടുക്കും. പാലൊഴിച്ച് വെച്ചാൽ മാത്രം പോരട്ടെ, ഗ്യാസ് ഓൺ ചെയ്യണം. അപ്പോൾ അതൊന്ന് തിള വരുമ്പോൾ കുറച്ച് പഞ്ചസാരയും കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ സമയം കൊണ്ട് നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ മെൽറ്റായിട്ട് കിട്ടി. സംഗതി ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് ചൈന ഗ്രാസ് ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി വന്നത് നമ്മൾ ആ തിളച്ച പാലിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യാം. കൈ വിടാതെ നന്നായിട്ട് ഇളക്കട്ടെ. ആ ചൂടോടെ തന്നെ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ പൾപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അടുത്ത പരിപാടിക്കാണ് ഞാൻ കാത്തിരുന്നിരുന്നത്. ഇത് ഞാൻ വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഈ ചൈന ഗ്രാസ് ഇല്ലേ നമ്മൾ പ്ലേറ്റിലേക്ക് ഒഴിച്ചാൽ അതിങ്ങനെ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പോകാം. ഞാനിത് വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. ആദ്യമായിട്ടാണ് ഈ ചൈന ഗ്രാസ് വെച്ചൊരു ഐറ്റം തന്നെ ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയത് നമ്മൾ ഈ പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പാത്രത്തിൽ സെറ്റ് ചെയ്യാൻ പോകാൻ കേട്ടോ. നമ്മൾ 2 പാത്രത്തിലായിട്ടാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഏകദേശം ഒരു 6 മണിക്കൂറൊക്കെ സെറ്റ് ചെയ്താൽ മതി. പക്ഷെ നമ്മളിത് ഓവർനൈറ്റ് വെച്ചതിന് ശേഷമാണ് കേട്ടോ പുറത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തട്ടി കൊടുക്കുന്നുണ്ട്. തീരെ പോരുന്നുണ്ടായിരുന്നില്ല. കുറേ നേരത്തെ കഷ്ടപ്പാടിനൊടുവിലാണ് കേട്ടോ ഞാനിത് പുറത്തെടുത്തപ്പോൾ കാണാൻ നല്ല മൊഞ്ചൊക്കെ ഉണ്ടായിരുന്നു. ആ മൊഞ്ച് ഞാനങ്ങ് കുറച്ച് പാൽപ്പൊടി വിതറിയാണ്ട് തീരുമാനമാക്കി എടുത്തിട്ടുണ്ട്. കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടാ. കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇളനീര് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ. ബൈ.